ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു 8085 മൈക്രോ പ്രോസസ്സറാണ്. നമ്മളിതിൻ്റെ മുമ്പ് ക്ലാസ് എടുത്ത് നിർത്തിയത് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻട്രൊഡക്ഷനും എന്താണ് മൈക്രോ പ്രോസസ്സർ എന്നും മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു 8085 മൈക്രോ പ്രോസസ്സറാണ്. ഇതുവരെ മൈക്രോ പ്രോസസ്സർ എന്താണെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. Intel 8085A is an 8-bit general purpose microprocessor introduced by Intel in 1977. ഈ 8085A നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് 8085 എന്നാണ്. മൈക്രോ പ്രോസസ്സർ 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-bit ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറാണ്. ഇത് ഇൻ്റൽ 1977 എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് 8080ൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അതുണ്ടായിരുന്നത് 8080 ആയിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് 8085 എന്നുള്ള മൈക്രോ പ്രോസസ്സർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാഷിംഗ് മെഷീൻ, മൈക്രോ ഓവൻ, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ എക്സെട്ര. അപ്പം ഈ 8085 എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ, അതുപോലെ തന്നെ ചില വാഷിംഗ് മെഷീനുകളിൽ, ചില മൈക്രോവേവ് ഓവൻസിൽ, അതേപോലെ തന്നെ മൊബൈൽ ഫോണിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്ത് ചെയ്യുക, 8-bit ഡാറ്റാ ബസ്സാണ്. അതേപോലെ തന്നെ 16-bit പ്രോഗ്രാം കൗണ്ടർ ആൻഡ് 16-bit സ്റ്റാക്ക് പോയിൻ്ററാണിത്. അപ്പോൾ 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-bit ഡാറ്റാ ബസ് ഉണ്ട്, ഇതിൽ 16-bit പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, 16-bit സ്റ്റാക്ക് പോയിൻ്ററും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡാറ്റാ ബസ് എന്താണ്, പ്രോഗ്രാം കൺട്രോളർ എന്താണ്, സ്റ്റാക്ക് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്രോ പ്രോസസ്സറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഡാറ്റാ ബസ് 8-bit ഡാറ്റാ ബസ്സാണ്, 16-bit പ്രോഗ്രാം കൗണ്ടറും 16-bit സ്റ്റാക്ക് പോയിൻ്ററാണ് 8085 മൈക്രോ പ്രോസസ്സറുള്ളത്. ഇതിൽ അതേപോലെ തന്നെ 16-bit അഡ്രസ് ബസ്സും ഉണ്ട്, വിച്ച് ക്യാൻ അഡ്രസ് അപ് ടു 64 KB ഓഫ് മെമ്മറി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 664 KB ഓഫ് മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, 8085 മൈക്രോ പ്രോസസ്സർ +5 വോൾട്ടാണ് പവർ ഇത് റിക്വയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് 8085 മൈക്രോ പ്രോസസ്സർ റിക്വയർ +5 വോൾട്ട് പവർ സപ്ലൈയിലാണ്. 5 പവർ സപ്ലൈ വോൾട്ട് +5 വോൾട്ട് പവർ സപ്ലൈയിലാണ് എന്ത് ചെയ്യുന്നത്, 8085 മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഡിവൈസിനും പവർ കൊടുക്കണം. അതേപോലെ തന്നെ ഇതിനെന്ത് ചെയ്യണം, പവർ +5 വോൾട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ക്ലോക്ക് സ്പീഡ് ഈസ് 3 MHz. MHz പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ ഹെഡ്സ് ആണ്. 3 മെഗാ ഹെഡ്സ് ആണ് ഇതിൻ്റെത് ക്ലോക്ക് സ്പീഡ്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് 14 പിൻസ്. ഇതിലെന്തുണ്ട്, 40 പിൻ എന്ത് ചെയ്യുന്നത് ഇതിലുണ്ട്. ഇതിൻ്റെ 40 പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മളെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ താഴെ കണ്ടില്ലേ ഓരോ ലെഗുകൾ കണ്ടില്ലേ, അതാണ് പിന്ന് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 40 പിന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിനുണ്ടാവുക. അങ്ങനെ ഓരോ പിന്നിനും എന്താണ് ഫങ്ഷൻ എന്നുള്ളതും എന്താണ് അതിൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളതും വിശദമായിട്ട് എന്തുണ്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിന്ന് ഓരോന്നും എന്താണെന്നുള്ളതൊക്കെ ഇതിൻ്റെ പിൻ ഡയഗ്രം പറയുന്നുണ്ട്, മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ ഡയഗ്രം പറയുന്നുണ്ട്. അപ്പോൾ പിൻ ഡയഗ്രത്തിലും വിശദമായിട്ട് എന്തുണ്ടാവും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ പ്രോസസ്സർ 8085ൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ്, 1977 8085 എന്നുള്ള മൈക്രോ പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 8-bit ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറാണ്. ഇത് ഇൻ്റൽ 8080ൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ്. അതേപോലെ തന്നെ ഇതിനെന്തുണ്ട്, 8-bit ഡാറ്റാ ബസ്, 16-bit പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, 16-bit സ്റ്റാക്ക് പോയിൻ്റർ, 16-bit അഡ്രസ് ബസ് ഉണ്ട്. അതേപോലെ തന്നെ വി ക്യാൻ അഡ്രസ് അപ് ടു 64 KB ഓഫ് മെമ്മറി. അതേപോലെ തന്നെ +5 വോൾട്ടിലാണ് മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്, 8085ൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 MHz ആണ് ഇത്. അതേപോലെ തന്നെ ഇതിനെന്തുണ്ട്, 40 പിന്നാണ് ഇതിന് വരുന്നത്. ഓക്കെ,
ദ ഓപ്പറേഷൻസ് ഓഫ് മൈക്രോപ്രൊസർ യൂണിറ്റ് ഇൻക്ലൂഡ്സ്. ഒരു മൈക്രോപ്രൊസറിൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മെമ്മറി റീഡിങ്, മെമ്മറി റൈറ്റിങ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ, അതേപോലെ തന്നെ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് എന്ത് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്തുണ്ട് യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്പറേഷൻസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് എ മൈക്രോപ്രൊസർ യൂണിറ്റ് വിത്ത് പെറിഫറൽ ഡിവൈസ് ഇൻവോൾവ്. പെറിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ഇതിനൊക്കെ വരും. നമ്മൾ പെറിഫറൽ ഡിവൈസ് എന്നാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ, അതിനൊക്കെ നമ്മൾ പെറിഫറൽ ഡിവൈസസ് എന്നാണ് പറയാം. ഐഡൻറ്റിഫൈങ് പെറിഫറൽസ് ഓർ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷന് പെറിഫറൽ ഡിവൈസൊക്കെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, ഡാറ്റാസ് അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B, എയും ബിയും പ്ലസ് ചെയ്യാന്നില്ല, പ്ലസ് എന്നില്ലേ, അല്ല അത് ഇൻസ്ട്രക്ഷനാണ്, അഡീഷണൽ. അതേപോലെ തന്നെ ഡാറ്റാസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ടൈം ആൻഡ് സിൻക്രണൈസേഷൻ ഓഫ് സിഗ്നൽസ്. അപ്പോൾ അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇന്ന ടൈമിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാന്നില്ല. അതേപോലെ തന്നെ സിഗ്നൽസ് എന്ത് ചെയ്യുക, സിൻക്രണൈസേഷൻ ചെയ്യുക, സിൻക്രണൈസ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് എന്ത് ചെയ്യുക, അത് സിൻക്രണൈസ് ചെയ്യുക മെമ്മറി. അങ്ങനത്തെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് മൈക്രോപ്രൊസർ പെറിഫറൽ ഡിവൈസ് അയച്ച് വരുന്നത്. ഓക്കെ, അതായത് പെറിഫറൽ ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുക, അത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡാറ്റാസ് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പെറിഫറൽ ഡിവൈസ് ആയിട്ടുള്ള ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്.